ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ടയാണ് കേട്ടോ. പ്രതിരോധശേഷി കുറഞ്ഞ പല വിധത്തിലുള്ള ശരീരപ്രശ്നങ്ങൾ അസുഖങ്ങൾ വരുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. ശരീരത്തിലെ പ്രതിരോധശേഷി കൂട്ടാനും നടുവേദന മാറാനും രക്തക്കുറവ്, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, സന്ധിവേദന എന്നിവയ്ക്കെല്ലാമുള്ള അത്യുത്തമമായ ഒന്നാണ് കേട്ടോ ഈ മരുന്നുണ്ട. അതീവ ഗുണമുള്ള ഒന്നാണ്. നമുക്കതിപ്പം തയ്യാറാക്കിയാലോ? നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നാം പറയാം. നമുക്കതിലേക്ക് വേണ്ടത് 400 ഗ്രാം ഞവരയരി, പിന്നെ വേണ്ടത് ബാക്കിയുള്ള 50 ഗ്രാം വെച്ചാണ് നമ്മൾ 50 ഗ്രാം എള്ള്, 50 ഗ്രാം ആശാളി, പിന്നെ വരുന്നത് 50 ഗ്രാം ഉലുവ, 50 ഗ്രാം അയമോദകം, പിന്നെ വരുന്നത് 50 ഗ്രാം ബദാമും ഒരു ചെറിയ കഷ്ണം ചുക്ക് എന്നിവയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ഉണ്ട അളവിലാണ് ഞാനിവിടെ ശർക്കര ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒരു 250 ഗ്രാമൊക്കെ വരും അളവിൽ. അപ്പോൾ അത്രയുമാണ് നമുക്കിന്ന് വേണ്ടത്. പിന്നെ ഒരു സ്പൂൺ നെയ്യും, പിന്നെ നമുക്ക് ഒരു പകുതിയോളം തേങ്ങ ചിരകിയ തേങ്ങാപ്പീരയും ഇതിനാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മരുന്നുണ്ട് തയ്യാറാക്കുന്നതിൽ പോയാലോ? ഇപ്പോൾ ഈ ഞവര അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞൊന്ന് തോർത്ത് അത്യാവശ്യം നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ഇവിടെ ഈ ആശാളി ഒഴിച്ച് ബാക്കിയെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഞവര അരി എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, കരിഞ്ഞു പോകരുത്. നന്നായിട്ട് നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ഞവര അരി എടുക്കാം കേട്ടോ. ഞവര അരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഔഷധ ഗുണങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒന്നാണ് ഞവര അരി കേട്ടോ. ഞവര അരിക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളാണുള്ളത്. ദഹനത്തെ മെച്ചപ്പെടുത്തുവാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഞവര അരി കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഞവര അരി നമ്മളെ സഹായിക്കുന്നു. വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഉറവിടമാണ് ഞവര അരി. കുട്ടികൾക്ക് വളരെ പോഷകപ്രദമാണ്. തൂക്കം കൂട്ടാൻ കുട്ടികൾക്ക് ഞവര അരി കഞ്ഞി വെച്ച് കൊടുക്കുന്നതൊക്കെ അത്യുത്തമമാണ്. കഞ്ഞിയായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും, പിന്നെ ഗർഭിണികൾ ഒരു 7-8 മാസമൊക്കെ ആകുമ്പോൾ തൂക്കം കുറവാണെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ, വയറ്റിലുള്ള ഗർഭിണികൾക്ക് ഞവര കഞ്ഞി വെച്ച് കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ തൂക്കം കൂടാൻ സഹായകമാകും. അതുപോലെ തന്നെ ആഴത്തിലുള്ള മുറിവുകൾ, സർജറിയൊക്കെ കഴിഞ്ഞവർക്ക് മുറിവ് കൂടാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗർഭിണികൾ മുതൽ പ്രായമായവർക്ക് വരെ ഞവര കഞ്ഞി അത്യുത്തമമാണ്, കഴിക്കാൻ വളരെ നല്ലതാണ്. ഈ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നതുമാണ് ഞവര അരി. അതുകൊണ്ടാണല്ലോ കർക്കിടക കഞ്ഞിക്കൂട്ടിനകത്ത് അതിപ്രധാനമായിട്ട് ഞവര അരിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ പൈൽസ് അസുഖങ്ങൾക്കും മലബന്ധമില്ലാതാക്കാനും പ്രമേഹ രോഗത്തെ കൺട്രോൾ ചെയ്യുന്നതും മുലയൂട്ടുന്ന അമ്മമാർക്കും എല്ലാം ഞവര അരി അത്യുത്തമമാണ് കേട്ടോ. നമ്മുടെ ഞവര അരി ഇത് കണക്കിന് വറുത്തിവിടെ കോരിയിട്ടുണ്ട്. കരിയരുത് കേട്ടോ. കരിയാതെ പൊട്ടി വരുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, പൊട്ടി മൊത്തം വരും. അന്നേരം തീ കുറച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നമുക്കിവിടെ അടുത്ത് വറുത്തെടുക്കുന്ന എള്ളാണേ. എല്ലാം ഞാനിത് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്ത് ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. 50 ഗ്രാമാണ് നമുക്ക് എള്ളിവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 50 ഗ്രാം അളവിലാണ് നമ്മൾ എള്ളെടുത്തത്. കറുത്ത എള്ളാണ് കേട്ടോ. എള്ളിൻ്റെ ഗുണം അറിയാമല്ലോ, അതീവ ഗുണമുള്ളതാണ്. നമ്മുടെ മസിലുകൾക്കും സൂക്ഷിപ്പിനും ശരീരത്തിനും ബലം നൽകുവാനൊക്കെ അത്യുത്തമമാണ് എള്ള്. പിന്നെ കണ്ണിന് കാഴ്ചയെ കൂട്ടാനും എള്ള് നമ്മളെ സഹായിക്കാറുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന പ്രോട്ടീൻ കുറവിനെ കുറയ്ക്കാൻ എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എള്ളിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വായുടെയും തൊണ്ടയുടെ ഒക്കെ രോഗത്തിന് എള്ള് ഒരു നല്ല മരുന്നായി ഉപയോഗിക്കുന്നു. ആർത്തവ വേദനകൾക്കും ഗർഭിണികൾക്ക് എള്ള് ഒത്തിരി ഉപയോഗിക്കുന്നത് അത്ര ഉത്തമമല്ല. പക്ഷേ എങ്കിൽ പോലും രക്തക്കുറവിനും ശരീര സൗന്ദര്യത്തിനും എല്ലിൻ്റെ ബലത്തിനും നമ്മുടെ മസിലുകളുടെ ഒക്കെ നല്ല ആരോഗ്യത്തിനൊക്കെ എള്ള് അത്യുത്തമമാണ് കേട്ടോ. അപ്പോൾ എള്ള് നമ്മുടെ പാകത്തിന് വറുത്ത് കോരി, അപ്പോൾ എള്ളും എടുത്തിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ എള്ളും നമ്മൾ വറുത്ത് കോരി മാറ്റി വെക്കുക, ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് അടുത്തായിട്ട് ഉപയോഗിക്കുന്നത് ആശാളിയാണ് കേട്ടോ.
50 ഗ്രാം ആശാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആശാളി കാണുമ്പോൾ തന്നെ റാഗിയുമായി വളരെയധികം സാമ്യം തോന്നും. കർക്കിടകക്കൂട്ടുകളിലും പ്രസവരക്ഷാ മരുന്നുകളിലും എല്ലാം ആശാളി ഉപയോഗിക്കുന്നത് വളരെ അത്യുത്തമമായ ഒരു മരുന്നാണ് കേട്ടോ. പിന്നെ നമുക്ക് ആശാളിയിൽ എന്ന് പറയുമ്പോഴത്തേനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസും ഇൻഫ്ലേഷൻസും ഒക്കെ നല്ല രീതിയിൽ തടയാനായിട്ട് ആശാളി നമ്മൾ ഉപയോഗിക്കാനുണ്ട് കേട്ടോ. വൈറ്റമിൻ എയുടെ നല്ല സാന്നിധ്യം ആശാളിയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചശക്തി കൂട്ടുന്നതിന്, അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഇത് ത്വരിതപ്പെടുത്താൻ ഈ ആശാളി നമ്മളെ സഹായിക്കുന്നു കേട്ടോ. സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. അയൺ അടങ്ങിയിരിക്കുന്നതിനാൽ അനീമിയ ഉള്ളവർക്കും ഉത്തമമാണ് ആശാളി. നമ്മുടെ വളരെ വളരെ ആയുർവേദ മരുന്നിൽ വളരെ ഉത്തമമായ ഒന്നാണ്. അത് നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് അയമോദകമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഗ്യാസ് ട്രബിൾ, ഛർദി, ശരീരഭാരം കുറയ്ക്കാൻ, വയറിലെ കൊഴുപ്പ്, കോച്ചിപ്പിടുത്തം, കൊളുത്തിപ്പിടുത്തം മാറാനൊക്കെ, ഗർഭിണികളിലെ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും കുട്ടികൾക്കും വലിയവർക്കും അയമോദകം നല്ലൊരു മരുന്നാണ്. ധാരാളം ഫൈബേഴ്സും മിനറൽസും വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും എല്ലാം തന്നെ അടങ്ങിയ ഒന്നാണ് അയമോദകം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അയമോദകം ഇവിടെ വറന്ന് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റാം. നീർക്കെട്ടിനൊക്കെ അത്യുത്തമമാണ് കേട്ടോ അയമോദകം. ശരീരവേദന ശമിപ്പിക്കാനും അത് സഹായിക്കാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉലുവ അടുത്ത് വറക്കുന്നത് നമ്മുടെ ഉലുവയാണ്. ഒരേപോലെ ഭക്ഷണമായി മരുന്നായി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ. അയണും പ്രോട്ടീനും ഫൈബറും ധാരാളം ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് തടയാനൊക്കെ ഉലുവ വളരെയധികം സഹായിക്കുന്നു. ദഹനക്കേടിനും നെഞ്ചെരിച്ചിലിനും കൂടാതെ മലബന്ധം തടയാനും പൈൽസ് രോഗങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിക്കാൻ, നല്ല കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂട്ടാനും ഇത് ഉലുവ സഹായിക്കുന്നു. ഷുഗർ ലെവൽ കുറയ്ക്കാൻ ഉലുവ അത്യുത്തമമാണ്. ഭക്ഷണത്തിൽ ഉലുവ ചേർത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ നിന്ന് ഭക്ഷണം ദഹിച്ച് കാർബോഹൈഡ്രേറ്റ് വലിച്ചെടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഷുഗർ ലെവൽ രക്തത്തിൽ കൂടുന്നത് തടയുന്നതും സഹായകമാകുന്നു. മെറ്റബോളിസം കൂടുന്നതിന് സഹായിക്കുന്നു. വ്യായാമത്തോടൊപ്പം ഉലുവ കുതിർത്ത് കഴിക്കുന്ന അമിതവണ്ണം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ ഇവിടെ വറന്ന് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് 50 ഗ്രാം വരുന്ന ബദാമാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിൻ ഇ, മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ട് വന്ന ഒന്നാണ് ബദാം. അപ്പം ബദാം കരിയാതെ ശ്രദ്ധിച്ച് വേണം കോരിയെടുക്കാൻ കേട്ടോ. അതീവ ഗുണമുള്ള ഒന്നാണ്. തലമുടിക്കും ചർമ്മത്തിനും ഒക്കെ വിറ്റാമിൻ ഇ ചർമ്മത്തെ മിനുസപ്പെടുത്തുവാനൊക്കെ സഹായിക്കുന്നു. ഇതിൽ ധാരാളം വിറ്റാമിൻ ഇ എല്ലാം അടങ്ങിയിട്ടുണ്ട്. തലമുടി കൊഴിച്ചിൽ തടയുന്നതിന് സഹായിക്കുന്നു. ബദാം രാവിലെ കുതിർത്ത് ഒരു 3-4 കഴിക്കുന്ന ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനും എല്ലുകൾക്ക് ബലം നൽകാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഈ ബദാം നമ്മൾ വറുത്തെടുത്തപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്കൂടെ ഇട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നമുക്കത് കരിയാതെ അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് പറ്റി വരുന്നത് പോലെ വരുമ്പോൾ നമുക്ക് നിർത്താം. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. നമ്മൾ കറിക്കൊക്കെ തീയല്ല ആ പരുവൊന്നും വേണം. തെങ്ങിലെ ജലാംശമൊക്കെ ഒന്ന് പറ്റി ഒന്ന് വരുന്ന സമയത്ത് നമുക്കതൊന്ന് അത്രയും ആ പരുവം മതിയേ. അപ്പോൾ ഇവിടെ തേങ്ങ നമ്മൾ വറുത്തത് കണക്കിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1.5 ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി എടുക്കുന്നത് ഉത്തമമാണ് കേട്ടോ. ഒരു 1.5 ഉണ്ട ശർക്കര ആ അളവിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിലെന്തെങ്കിലും കരടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഞവരയരിയും പിന്നെ ഉലുവയും അയമോദകവും ആശാളിയും എള്ളും ബദാമും നമ്മുടെ ഉലുവയും പിന്നെ ചുക്ക് കഷ്ണം എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഒറ്റ പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കൽ, കുറേശ്ശെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ഇതേ അളവിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ച പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കിട്ടണം. മിക്സായി വരുമ്പോഴത്തേനും നമ്മൾ വെച്ചിരിക്കുന്ന ശർക്കര പാനി ചൂടോടെ തന്നെ ഒഴിക്കണേ. ചൂടോടെ തന്നെ ഒഴിച്ചിട്ട് ചൂടോടെ തന്നെ അത് ഇളക്കി യോജിപ്പിച്ച് ഒരു ശകലം നെയ്യ് കൈ പുരട്ടിയിട്ട് അത് ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടി നമുക്ക് എടുക്കണേ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാവേ. എന്തെങ്കിലും കരടോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മറയൂർ ശർക്കര
അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മറയൂർ ശർക്കരയോ കരിപ്പെട്ടിയൊക്കെ മതി, ഏതെങ്കിലും ആണെങ്കിലും മതി, നല്ല ഉത്തമമാണ്. അപ്പോൾ ശർക്കര ഒഴിച്ചിട്ടുണ്ട്, ചൂടുണ്ട്. ഇനി നമുക്കത് ആ ചൂടോട് കൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് കൈകൊണ്ട് ആദ്യം മിക്സ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയിട്ട് ഒരു കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഒരു ശകലം നെയ്യ് കൈ തൂത്തിട്ട് നമുക്കൊന്ന് മൊത്തം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ചെറിയ ഉണ്ടകളായിട്ട് നമുക്ക് ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. വളരെ ഗുണകരമാണ്. കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട അതീവ ഔഷധ ഗുണമുള്ള ഒരു മരുന്നുണ്ടയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ അത്യാവശ്യം കഴിക്കേണ്ട നമ്മുടെ ശരീരത്തിന് കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിൽ പലവിധ നേരത്തെ ഉണ്ടായിരിക്കുന്ന വീഴ്ചയോ എല്ലോ മുട്ടിനോ ജോയിൻറ്റുകൾക്കോ നടുവിനുവേനയൊക്കെ ഉണ്ടാകും. ഇതൊക്കെ മാറാനായിട്ട് ഇത് കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനായിട്ടും നമ്മുടെ ശരീരവേദന കുറയാനും സഹായിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.